ഇന്ന് ഞങ്ങൾ 3 പേരും കൂടെ വിദ്യാലോകം കാണാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിയിൽ പാത്രമംഗലം എന്ന് പറയുന്നൊരു സ്ഥലത്തും കൂടെ കയറി. അവിടെ ലൈവായിട്ട് ആളുകൾ പോട്രി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എത്ര ലളിതവും സുന്ദരവുമായിട്ട് എത്ര പെട്ടെന്നാണ് അവരത് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കണ്ടിരിക്കാനും നല്ല സുഖമുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ വിദ്യാലോകത്തേക്ക് പോകുമ്പം പേരിൽ നിന്ന് പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് ഞങ്ങൾ 2 പേരും ഊഹിച്ചെടുത്തത്. പക്ഷേ ഊഹാപോഹങ്ങളൊക്കെ തെറ്റി. പഴമയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന ഒരു ലോകമാണ് അവർ വിദ്യാലോകം എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പഴയ കാലത്തെ സിനിമാ തിയേറ്ററും ചായക്കടകളും തെരുവുകളുമൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഒട്ടും ആർട്ടിഫിഷ്യലാണ് എന്ന് തോന്നിക്കാത്ത രീതിയിലാണ് അവരവിടെ പണിത് വെച്ചിരിക്കുന്നത്. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ നിറഞ്ഞു പൂത്തു നിൽക്കുന്ന റോസ് കളർ ബോഗൻവില്ലയാണ്. ആ ബോഗൻവില്ലയ്ക്കിടയിലൂടെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അവർ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പൂർണ്ണചന്ദ്രനെയും നമുക്ക് കാണാനായിട്ട് പറ്റും. പല തരത്തിലുള്ള ഫുഡ് ഓപ്ഷൻസും നമുക്കവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഞങ്ങളെ കാത്ത് ഒരു 10-15 പേര് അവിടെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ല. തിരക്കിട്ട ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഈ സായാഹ്നം മാറ്റിവെക്കുകയും കഴിഞ്ഞ 17 കൊല്ലങ്ങളായിട്ട് 5000-ഓളം കുട്ടികളുടെ ജീവിതത്തിൽ യഥാർത്ഥ വിദ്യാലോകത്തിൻ്റെ വാതിൽ തുറന്നിട്ട ജോസഫ് സാർക്ക്, മേജർ ജോസഫ് സാർക്ക് ഒത്തിരി നന്ദി.